വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യങ്ങൾ. ഈ ഒരു പാഠഭാഗത്തിലൂടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ജൈവ വൈവിധ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്. രണ്ടാമതായിട്ട്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്, തോൺ ഫോറസ്റ്റ്, ടൈഡൽ ഫോറസ്റ്റ്, ഹിമാലയൻ ഫോറസ്റ്റ് തുടങ്ങിയ ഇന്ത്യയുടെ 5 പ്രധാനപ്പെട്ട വെജിറ്റേഷൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച്. മൂന്നാമതായിട്ട്, ഇന്ത്യയിലെ വൈൽഡ് ലൈഫിനെ കുറിച്ചാണ്. അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, നാഷണൽ പാർക്കുകൾ, വെറ്റ്ലാൻഡ്സ്, ബയോസ്ഫിയർ റിസർവ്സ് ഇങ്ങനെ തുടങ്ങിയ ഇന്ത്യയുടെ ബയോസ്ഫിയർ വൈവിധ്യങ്ങളെക്കുറിച്ചിട്ടുമാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട്, എന്താണ് ബയോഡൈവേഴ്സിറ്റി? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ജീൻസ്, സ്പെസീസ് ആൻഡ് എക്കോസിസ്റ്റം ഓഫ് റീജിയൻ. ഒരു ഭാഗത്തെ ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ജീനുകളുടെ അല്ലെങ്കിൽ ഒരുപാട് ജീവജാലങ്ങളുടെ ഇനത്തിനെയാണ്, കൂടിച്ചേരലിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും 3 വിഭാഗമാണ്. ഒന്ന്, ജീൻ ഡൈവേഴ്സിറ്റി. 2, സ്പെസീസ് ഡൈവേഴ്സിറ്റി. മൂന്നാമതായിട്ട്, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അതിൽ ജീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ദ ബേസിക് ബയോളജിക്കൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. നമ്മുടെ ജീവശാസ്ത്രപരമായിട്ട് നമ്മുടെ പൈതൃകത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് ജീൻ എന്ന് പറഞ്ഞാൽ. ഓരോ കോശങ്ങളിലും ജീനുകളുണ്ടാകും. ആ ജീനുകൾക്കനുസരിച്ചാണ് മനുഷ്യൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ വ്യത്യസ്തങ്ങളൊക്കെ വരിക എന്നൊക്കെ നമുക്കറിയാം. രണ്ടാമത്തത്, സ്പെസീസ് ഡൈവേഴ്സിറ്റി. എന്താണ് സ്പെസീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രൂപ്പ് ഓഫ് വെരി സിമിലിയർ ഹാവിങ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്. പൊതു സ്വഭാവങ്ങളുള്ള ഒരു ഗ്രൂപ്പിനാണ്, ജീവജാലങ്ങളുടെ ഒരു ഗ്രൂപ്പിനാണ് സ്പെസീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട്, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റ് ഓഫ് ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഇൻക്ലൂഡ്സ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പണൻസ്. അജൈവ അല്ലെങ്കിൽ ചരാചരങ്ങൾ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായുള്ള വസ്തുക്കൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഭൂപ്രദേശങ്ങൾക്കാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന് ഒരു ഉദാഹരണം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഒന്ന്, നമ്മൾ അടിയിൽ നിന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അടിയിൽ നിങ്ങൾക്കിവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കാണാം. അപ്പോൾ ഇതിൻ്റെ ജീനുകളൊക്കെ ഒരുപോലെ ആയിരിക്കും അല്ലേ? 3ൻ്റെയും ജീൻ ഒരുപോലെയാണ്. രണ്ടാമതായിട്ട് ഇവിടെ സ്പെസീസ് ഡൈവേഴ്സിറ്റി. അങ്ങനെ ജീനുകളുള്ള ഒരുപാട് ജീവികൾ ഇവിടെ കാണാം. നിങ്ങൾക്ക് തവളയെ കാണാവുന്നതാണ്, ഇവിടെ കുതിരയെ കാണാവുന്നതാണ്. അങ്ങനെ ജീനുകളുള്ള ഒരുപാട് വസ്തുക്കൾ നിങ്ങൾക്കിവിടെ കാണാം. മൂന്നാമതായിട്ട്, ഇങ്ങനത്തെ ഈ സ്പെസീസൊക്കെ കൂടിച്ചേർന്നുള്ള എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ കാണാം. ഇവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്, ജീവനുള്ള വസ്തുക്കളുണ്ട്, മരങ്ങളുണ്ട്, കാടുകളുണ്ട്, പുഴകളുണ്ട്. ഇതൊക്കെ കൂടിയതാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ജനറ്റിക് മുതൽ സ്പെസീസ് മുതൽ പിന്നീട് അവസാനം എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചേർന്ന ഇതെല്ലാം കൂടിച്ചേർന്നതിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി, സ്റ്റാറ്റസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യ ഹാസ് എ റിച്ച് ബയോഡൈവേഴ്സിറ്റി ആൻഡ് 2.4% ഓഫ് ലാൻഡ് ഓഫ് ദി വേൾഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് സവിശേഷമായ ജൈവ വൈവിധ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോക ഭൂവിസ്തൃതിയുടെ 2.4% കിടക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ഏകദേശം 1.75 മില്യൺ അഥവാ 17.5 ലക്ഷത്തോളം ജീവജാലങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ 8% വരും എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ വൃക്ഷലതാദികളിലെ 12% വരുന്ന ഏകദേശം 45,000 പ്ലാന്റുകളും ഇന്ത്യയിലുണ്ട്. നോർത്ത് ഈസ്റ്റും അതുപോലെ വെസ്റ്റേൺ ഗട്ട്സും ഈ 2 പ്രദേശങ്ങളും ലോകത്തിലെ അറിയപ്പെട്ടിട്ടുള്ള 2 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ പെട്ടതാണെന്ന് കൂടി നമ്മൾ ഇതിനോട് കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇനി, സിഗ്നിഫിക്കൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ പ്രത്യേകതകൾ എന്താണ്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഇതുകൊണ്ട് ഉള്ളത്? അപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതില്ലായിരുന്നെങ്കിൽ, ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അതുപോലെ മൃഗങ്ങൾ ഇവർക്കൊക്കെ പ്രകൃതിപരമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ഉണ്ടാവുകയും ജീവിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അതുപോലെ മൂന്നാമതായിട്ട്, പ്രൊവൈഡിങ് ഫുഡ്, വാട്ടർ, ഫൈബർ, ഫ്യൂവൽ. ഈ പ്രകൃതിയാണ് നമുക്ക് ഭക്ഷണവും വെള്ളവും അതുപോലെ ആവശ്യമായ വസ്തുക്കളെല്ലാം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇത് രോഗങ്ങളെയും ക്ലൈമറ്റിനെയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പല ലക്ഷ്യങ്ങളും ബയോഡൈവേഴ്സിറ്റി കൊണ്ടുണ്ട് എന്നർത്ഥം. ഇനി ഈ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ
ഈ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഒന്ന്, എക്സ്റ്റെൻസീവ് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. പ്രകൃതി വിഭവങ്ങളെ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്നത് കാരണമാണ് ഈ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നത്. രണ്ടാമതായിട്ട്, ഇറ്റ് അഫക്ട്സ് ഫിസിക്കൽ, എൻവിറോൺമെൻറ്റ്, സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ പാരിസ്ഥിതിക, സാമൂഹിക, സാംസ്കാരിക, മതകീയ ക്ഷേമങ്ങളെയൊക്കെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ് 2010 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആയി പ്രഖ്യാപിച്ച കാര്യം കൂടി നിങ്ങൾ ഇതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുപോലെ ഇത് extinction of individual species, destruction of natural habitats, land use conversion, climate change, pollution and degradation affects diversity. ഈ മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ അധിക ഉപഭോഗവും അതുപോലെ പ്രകൃതിയുടെ വാസസ്ഥലങ്ങളെ തകർക്കലും ഈ കാര്യങ്ങളെല്ലാം ബയോഡൈവേഴ്സിറ്റിയുടെ നിലനിൽപ്പിനെ തന്നെ അപകടാവസ്ഥയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ കാണാവുന്നതാണ്. ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാവുന്നതിനുള്ള ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ കാണാവുന്നതാണ്. ഇനി നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. നാച്ചുറൽ വെജിറ്റേഷൻ അതുപോലെ വന്യജീവികളെക്കുറിച്ചും സസ്യജാലങ്ങളെക്കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ മരങ്ങൾ നമുക്ക് തടിയും അതുപോലെ അഭയവും, വീടുണ്ടാക്കാനുള്ള അഭയവും നമുക്ക് നൽകുന്നുണ്ട്. അതിനോട് കൂടെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമുക്ക് നൽകുന്നുണ്ട്. ഈ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മൃഗങ്ങൾ, പക്ഷികൾ, ഉരകങ്ങൾ, ജലജീവികൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ ആനിമൽസ് നമുക്ക് പാല് നൽകുന്നു, അതുപോലെ ഇറച്ചി നൽകുന്നുണ്ട്, തോല് നൽകുന്നുണ്ട്, കമ്പിളികൾ നൽകുന്നുണ്ട്. അതേസമയം തന്നെ പ്രാണികൾ നമുക്ക് ഹണി, തേനും നൽകുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ ഇതുവരെ നമുക്ക് മൊത്തത്തിലുള്ള നാച്ചുറൽ വെജിറ്റേഷനാണ് പറഞ്ഞത്. ഇനി ഇന്ത്യയിലെ വെജിറ്റേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങളെ നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചറും റെയിൻഫാളും അവിടുത്തെ ഭൂപ്രദേശങ്ങളുടെ രീതിശാസ്ത്രമൊക്കെയാണ് ഇന്ത്യയിലെ വെജിറ്റേഷൻ പാറ്റേണിനെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഡെൻസ് നാച്ചുറൽ വെജിറ്റേഷൻ ഇസ് നോർത്ത് ഈസ്റ്റ് റീജിയൻ, വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് അന്തമാൻ നിക്കോബാറിലും വെസ്റ്റേൺ ഗട്ട്സിലും നോർത്ത് ഈസ്റ്റിലൊക്കെ വളരെ തിങ്ങിയ നാച്ചുറൽ വെജിറ്റേഷനിൽ ഒരുപാട് ചെടികളും സസ്യലതാദികളും വൃക്ഷലതാദികളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 കാടുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒന്ന്, ട്രോപ്പിക്കൽ എവർ ഗ്രീൻ ഫോറസ്റ്റ്. എന്നും പച്ചയായി കിടക്കുന്ന കാടുകളെക്കുറിച്ചാണ് ഇവിടെ പറയാം. ഈ പ്രദേശങ്ങൾ ഇവിടെ നിങ്ങൾ ആസാമിൻ്റെ മുകളിലൂടെ നല്ല കടും പച്ച നിറത്തിലൂടെ നിങ്ങൾക്ക് കാണാവുന്ന ഒന്ന്. അതുപോലെ ഇവിടെ പിന്നെ വെസ്റ്റേൺ ഗട്ട്സിൽ നിങ്ങൾക്ക് കാണാവുന്ന ഇതും. ഓക്കെ, ഇതാണ് ആ ഒരു പ്രദേശങ്ങൾ. അതുപോലെ ട്രോപ്പിക്കൽ ഡെസിജസ് ഫോറസ്റ്റ്, അതാണ് രണ്ടാമത് കിടക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളാണ് ആ ഒരു ഭാഗങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ ഒരു പച്ച കാണുന്ന ഭാഗം. അതുപോലെ മൂന്നാമത് തോൺ ഫോറസ്റ്റ്. മൂന്നാമതായിട്ട് തോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മഞ്ഞ ഭാഗങ്ങളൊക്കെ ഗുജറാത്തിൻ്റെ അതുപോലെ ഇങ്ങനെ വന്നിട്ട് കർണാടക ഈ ഭാഗത്തൊക്കെ തോൺ ഫോറസ്റ്റ് ആണ്. ഈ ടൈഡൽ ഫോറസ്റ്റ്, അതുപോലെ ഹിമാലയൻ ഫോറസ്റ്റ്, ഈ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഹിമാലയൻ ഫോറസ്റ്റ് കാണാവുന്നതാണ്. ഇങ്ങനെ 5 ഭാഗമാണ് ഇന്ത്യയിലെ കാടുകളെ നിർണ്ണയിച്ചിട്ടുള്ളത്. ഒന്ന്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, എന്നെന്നും പച്ചയായി കിടക്കുന്ന ഫോറസ്റ്റുകളാണിത്. അതോ ഇവിടുത്തെ കാലാവസ്ഥ എന്നും പച്ചപ്പുള്ളതായിരിക്കും. അതുപോലെ ചെടികൾ ഒരിക്കലും ഉണങ്ങാത്ത കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 200 സെൻറ്റിമീറ്ററോളം മഴ വർഷത്തിലിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ മരങ്ങൾക്ക് 60-ലേറെ മീറ്റർ ഉയരം കാണും. റോസ് വുഡ്, അതുപോലെ കരിന്താളി മരങ്ങൾ, മഹാഗണി, റബ്ബർ, പ്ലാവുകൾ, ബാംബു ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങൾ. ഈ സ്ഥലങ്ങൾ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ വെസ്റ്റേൺ ഗട്ട്സും അതുപോലെ ആസാമിൻ്റെ മുകൾ ഭാഗവും ലക്ഷദ്വീപ്, അന്തമാൻ, നിക്കോബാർ എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയാണ് വെസ്റ്റേൺ ഗട്ട്സ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ആസാമിൻ്റെ ഈ മുകൾ ഭാഗം, ഈ 2 പ്രദേശങ്ങളിലാണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉള്ളത്. 2 ട്രോപ്പിക്കൽ ഡെസിജസ് ഫോറസ്റ്റ് അഥവാ ഇല പൊഴിയുന്ന അഥവാ സ്ഥിരമല്ലാത്ത മരങ്ങളുള്ള പ്രദേശങ്ങൾക്കാണ് അത് പറയുന്നത്. വർഷത്തിലൊരിക്കൽ ഇത് ഇല പൊഴിയുകയും ചെയ്യുന്നു. ഇവിടെ 75 മുതൽ 200 സെൻറ്റിമീറ്റർ വരെയാണ് മഴ വർഷത്തിൽ ലഭിക്കുന്നത്. അവ ഇന്ത്യയിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഡെക്കാൻ പ്ലാറ്റീവ്, നോർത്ത് ഈസ്റ്റ് റീജിയൻ, അതുപോലെ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ കോട്ട്സ് ഈ ഭാഗങ്ങളില്ലാത്ത ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഒരു ട്രോപ്പിക്കൽ ഡെസിജസ് ഫോറസ്റ്റ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം. ട്രോപ്പിക്കൽ ഡെസിജസ് ഫോറസ്റ്റ് തന്നെ 2 രൂപത്തിലാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ദ മോയ്സ്റ്റ് ഡെസിജസ് അഥവാ ഈർപ്പമുള്ള ചില പ്രദേശങ്ങൾ, അവിടെ 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട്. അഥവാ ഹിമാലയം, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്,
അതുപോലെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ചില താഴ്വരകൾ ഇവിടേക്ക് ഈ ഒരു പ്രദേശങ്ങളാണ്. രണ്ടാമത് ദ ഡ്രൈ ഡെസിജസ് ഫോറസ്റ്റ്, അവിടെ പിന്നെ റെയിൻഫാൾ 75 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ ലഭിക്കുന്നുള്ളൂ. അതുപോലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ ഈ ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു പ്രദേശങ്ങളായി കണക്കാക്കപ്പെടുന്നത്. മൂന്നാമതായിട്ട് തോൺ ഫോറസ്റ്റ്, മുൾക്കാടുകളുള്ള സ്ഥലങ്ങൾ. ഇവിടെ 75 സെൻറ്റിമീറ്ററിന് അടിയിലാണ്, താഴെയാണ് ഇവിടെ മഴ ലഭിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥ വരണ്ടതാണ്. അത് ഉള്ള സ്ഥലങ്ങൾ ഒന്ന് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റ് ഏരിയ, ഓക്കെ, ഈ ഒരു ഭാഗങ്ങൾ. അതുപോലെ ഇൻറ്റീരിയർ പാർട്സ് ഓഫ് ദ പെനിൻസുലർ ഇന്ത്യ ഇൻക്ലൂഡിങ് സെമി ഏരിയസ് ഓഫ് ഗുജറാത്തിലെ ഊഷരഭൂമികൾ, അതുപോലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര ദ റീജിയൻ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ആ ഒരു പ്രദേശങ്ങളാണെന്ന് മനസ്സിലാക്കണം. കണ്ടോ, ഈ ഒരു ഭാഗങ്ങളൊക്കെ ആ ഒരു പ്രദേശങ്ങളാണ്. ഓക്കെ, ഇനി ടൈഡൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ മാംഗ്രോവ് ഫോറസ്റ്റും എന്നും ഇതിന് വിളിക്കാറുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടൈഡ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ടോപ്പോഗ്രഫി. ഇവിടെ നനഞ്ഞ ഭൂപ്രദേശമുള്ള സ്ഥലത്തിനനുസരിച്ചാണ് ഇവിടെ ടൈഡൽ ഫോറസ്റ്റുകൾ രൂപപ്പെടുന്നത്. മഡ്, സിൽറ്റ്, അതുപോലെ വാട്ടർ അക്യുമുലേറ്റഡ് ഓൺ ദി സർഫേസ്. ഇവിടെ ഈ ചളിയൊക്കെ ഉള്ള വെള്ളത്തോട് കൂടിക്കലർന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ മരങ്ങളുടെ വേരുകളും ബ്രാഞ്ചുകളൊക്കെ ചിലപ്പോൾ മണ്ണിന് താഴെയായിരിക്കും പോവുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സുന്ദർബൻ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അതുപോലെ ഈ നദികൾ, അതുപോലെ അന്തമാൻ നിക്കോബാർ ഐലൻഡുകൾ, ഈ ഒരു പ്രദേശങ്ങളുടെ അഴിമുഖങ്ങളിലും അതുപോലെ തന്നെ നദീതടങ്ങളിലുമെല്ലാമാണ് ഈ ഒരു ടൈഡൽ ഫോറസ്റ്റുകൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീസ് ആർ ഇൻ കോസ്റ്റ്, അഥവാ ഇതുവരെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കോസ്റ്റ് ലാൻഡിലാണ് ഈ ഒരു ചെടികൾ ഉണ്ടാവുക. അവസാനമായിട്ട് ഹിമാലയൻ ഫോറസ്റ്റ് ബിറ്റ്വീൻ ദ എലവേഷൻ ഓഫ് 1000 to 2000 meters, evergreen, broad leaf oak and chestnut are the common species are found. അപ്പോൾ 1000 മുതൽ 2000 വരെ എലവേഷനിൽ, അത്ര ഉയരത്തിൽ ഈ ചെസ്റ്റ്നട്ട് അതുപോലെ ഓക്ക് മരങ്ങളൊക്കെ ഹിമാലയത്തിൽ നിലകൊള്ളുന്നുണ്ട്. 1500 മുതൽ 3500 മീറ്റർ ഉയരത്തിലാണ് പിന്നെ 100 മുതൽ 250 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നത്. അതുപോലെ ഏറ്റവും ഉയരം കൂടിയ ഫോറസ്റ്റുകളാണ് ആൽപൈൻ ഫോറസ്റ്റ്, അത് ഹിമാലയങ്ങളിലുള്ള ആൽപൈൻ ഫോറസ്റ്റ്. അത് 3000 മുതൽ 3800 മീറ്റർ ഉയരങ്ങളിലാണ് ആൽപൈൻ ഫോറസ്റ്റ് ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓരോ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 5 കാടുകൾ, അതിൻ്റെ വ്യത്യസ്ത ലാൻഡുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി ഇന്ത്യയിലെ വൈൽഡ് ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇതുവരെ സസ്യ, വൃക്ഷ, ലതാദികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വൈൽഡ് ലൈഫിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 80% of all non-plant animal species on the earth are found in India. ലോകത്ത് അറിയപ്പെട്ട 80% മരങ്ങളും മൃഗങ്ങളും ഇന്ത്യയിൽ ഉണ്ട്, അഥവാ അതിൻ്റെ ഇനങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് എന്നുള്ള മനസ്സിലാക്കണം. നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, പ്രൊട്ടക്റ്റഡ് ഏരിയ, ഇതൊക്കെ 1935 ആദ്യമായി ഇന്ത്യയിൽ സ്ഥാപിതമായത്. 1972 വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് രൂപീകരിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് 551 വൈൽഡ് ലൈഫ് സാങ്ച്വറികളും 96 നാഷണൽ പാർക്കുകളും 25 വെറ്റ്ലാൻഡുകളും 15 ബയോസ്ഫിയർ റിസർവുകളുമുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ശേഷം വരും. അതുപോലെ തന്നെ 33 ബൊട്ടാണിക്കൽ ഗാർഡനും 275 സുവോളജിക്കൽ പാർക്കുകളും മാൻ പാർക്കുകളും സഫാരി പാർക്കുകളും അക്വേറിയങ്ങളും ഇന്ത്യക്കുണ്ട്. 1973 പ്രൊജക്ട് ടൈഗറും 1992 ആനകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് എലഫൻറ്റും ഇന്ത്യ രൂപീകരിക്കുകയും ചെയ്തു. ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് 551 വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താണത്? അപ്പോൾ മെയിൻറ്റെയിൻ പോപ്പുലേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ഹാബിറ്റൻസ്, മൃഗങ്ങളുടെ താമസ സ്ഥലം അവർക്ക് ഉറപ്പുവരുത്താനും അവരുടെ പോപ്പുലേഷൻ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഏകദേശം 2000 വ്യത്യസ്ത പക്ഷികളും 3500 സസ്തനികളും 30,000 ഇൻസെക്റ്റുകളും 15,000 പ്ലാന്റുകളും ഇന്ത്യയിലുണ്ട്. ആസാമിലെ കസിറംഗയാണ് ഇന്ത്യയിലെ ദിനോസറുകൾക്ക് വേണ്ടി ഏറ്റവും അറിയപ്പെട്ട പ്രദേശം. ഇവിടെ നിങ്ങൾക്ക് കസിറംഗ കാണാവുന്നതാണ്, അഥവാ ഇന്ത്യയിൽ ദിനോസറുകൾക്ക് വേണ്ടി അറിയപ്പെട്ട വന്യ സംരക്ഷണ കേന്ദ്രമാണ് കസിറംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കേരളത്തിലെ പെരിയാർ ഇൻ കേരള, ഏറ്റവും അടിയിൽ കാണുന്ന ഭാഗമാണ്. അപ്പോൾ അതാണ് കേരളത്തിൽ ആനകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ. അതുപോലെ ഒലീവ് റിഡ്ലി സീ ടാൽക്ക്, സൈബീരിയൻ ക്രൈറ്റ്സ്,
ഫ്ലമിംഗോസ്, സൈബീരിയൻ കൊറ്റികൾ, അരയന്നങ്ങൾ അതൊക്കെ എന്താണ് ദേശാടന പക്ഷികളാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറികളെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നാഷണൽ പാർക്കുകൾ, ദേശീയോദ്യാനങ്ങൾ. ഇറ്റ് ഈസ് ടു കൺസേർവ് ദ നാച്ചുറൽ ആൻഡ് ഹിസ്റ്റോറിക് ഒബ്ജക്ട്സ് ഓഫ് വൈൽഡ് ലൈഫ്. അഥവാ വൈൽഡ് ലൈഫിലെ ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളെ, ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് നാഷണൽ പാർക്കുകൾ. 1970 ഇന്ത്യയിൽ വെറും 5 നാഷണൽ പാർക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1972 നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നു. അത് ഇന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, പ്രൊട്ടക്റ്റ് എൻഡേഞ്ചേർഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, വംശനാശ ഭീഷണിയിലായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാം. അതുപോലെ രണ്ടാമതായിട്ട് പ്രിസർവ് ദ വൈൽഡ് ലൈഫ്, ജന്തുലോകത്തെ സംരക്ഷിക്കുക. ഈ 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് ഇന്ത്യ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നു. അതോടുകൂടെ ഇന്ത്യയിൽ മൃഗങ്ങൾ വളരുകയും ചെയ്തു. ഇനി വെറ്റ്ലാൻഡ്സ്. എന്താണ് വെറ്റ്ലാൻഡ്സ്? അപ്പോൾ ഇതിൽ ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കാണാവുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയും ചെയ്താൽ, അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് സൈലൻറ്റ് വാലി കാണാവുന്നതാണ്, അതുപോലെ ബന്ദിപ്പൂർ കാണാവുന്നതാണ്. ഇനി വെറ്റ്ലാൻഡ്സ്. സോയിൽ ഏരിയാസ് സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ ഈസ് വെറ്റ്ലാൻഡ്. അപ്പോൾ ഈർപ്പവും നനവുമുള്ള മണ്ണുള്ള പ്രദേശങ്ങൾക്കാണ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ ചെളിയുണ്ട്, ചതുപ്പുണ്ട്, പായലുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം ഉപ്പുവെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട്, അതുപോലെ ബ്രാക്കിഷ് ആയിട്ടുള്ള വെള്ളം അവിടെയുണ്ട്. അവിടെ പ്രധാനമായിട്ടും വളരുന്ന ചെടികൾ, ഒന്ന് കണ്ടലുണ്ട്, കണ്ടൽ കാടുകൾ, അമ്പൽ ചെടികൾ, ഔഷധ ചെടികൾ, കോരപ്പുല്ലുകൾ, അതുപോലെ ടാംബറാക്ക്, സരള വൃക്ഷങ്ങൾ, തമാൽ വൃക്ഷങ്ങൾ, യൂക്കാലിപ്സ് പോലെയുള്ള ഗം പുഷ്പങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് വൃക്ഷങ്ങൾ, ചെടികളൊക്കെ അവിടെ വളരുന്നുണ്ട്. ദ കൺവെൻഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ അഥവാ റാംസാർ കൺവെൻഷൻ, അത് ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അഥവാ അന്ന് ഒരുപാട് റാംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ രൂപീകരിച്ചു. ആ സൈറ്റുകളാണ് നിങ്ങൾക്കിവിടെ ചിത്രത്തിലൂടെ കാണാവുന്നത്. ഓക്കെ. ഇനി ബയോസ്ഫിയർ റിസർവ്സ്. ഇന്ത്യയിലെ ജൈവമണ്ഡല സംവരണ മേഖലയാണ് ബയോസ്ഫിയർ റിസർവ്സ്. അത് വിവിധ ലക്ഷ്യത്തിനായിട്ട് ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട പ്രദേശങ്ങളാണ്. ഇന്ത്യക്ക് 15ഓളം ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത്. ഇത് ഇന്ത്യയിലെ മൃഗങ്ങളെ മാത്രമല്ല, അവിടുത്തെ ലതാദികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ബയോസ്ഫിയർ റിസർവ്സ് ഉള്ളത്. അതിൻ്റെ ലക്ഷ്യങ്ങൾ: ഒന്ന്, ടു കൺസേർവ് ഡൈവേഴ്സിറ്റി, പ്രകൃതിയുടെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക. രണ്ടാമതായിട്ട് പ്രകൃതി സൗഹൃദ ജീവിതങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. മൂന്നാമതായിട്ട് പ്രകൃതിപരമായിട്ടുള്ള സൂക്ഷിപ്പുകൾ, റിസർച്ചുകൾ, എഡ്യൂക്കേഷൻ, അതുപോലെ ശ്രദ്ധ ക്ഷണിക്കുക, ട്രെയിനിങ്, ഇവയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ. ഇന്ത്യയിലെ അഗസ്ത്യമലയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, കേരളത്തിലെ അഗസ്ത്യമലയിൽ കാണാവുന്നതാണ്. അതുപോലെ കേരള, തമിഴ്നാട്, കർണാടക അതിർത്തി പങ്കിടുന്ന നീലഗിരിയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ മൂന്നാർ കാണാവുന്നതാണ്. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ബയോസ്ഫിയർ റിസർവുകളുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. ഏറ്റവും അവസാനമായിട്ട് നീഡ് ഓഫ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഈ ഒരു ജൈവ വൈവിധ്യങ്ങളുടെ ആവശ്യകത എന്താണ്, അതിനെ സൂക്ഷിക്കേണ്ട ആവശ്യകത എന്താണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. വിതൗട്ട് വെജിറ്റേഷൻ ദ അനിമൽസ് ആൻഡ് സം മൈക്രോ ഓർഗാനിസം വുഡ് ഡൈ ഫോർ ലാക്ക് ഓഫ് ഹാബിറ്റഡ് ഫുഡ് ആൻഡ് ഓക്സിജൻ. ഈ ഒരു വൃക്ഷ ലതാദികളില്ലായിരുന്നെങ്കിൽ മൃഗങ്ങളും അതുപോലെ മൈക്രോ ഓർഗാനിസവും ഭക്ഷണവും ഓക്സിജനും ജീവിക്കാനുള്ള താമസ സൗകര്യങ്ങളും ഇല്ലാതെ മരിച്ചു വീഴുമായിരുന്നു, അല്ലെങ്കിൽ നശിക്കുമായിരുന്നു. വെജിറ്റേഷൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ വാട്ടർ സർക്കിളിലും ഈ ഒരു ലതാദികൾ അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് വെജിറ്റേഷൻ സ്ലോസ് ഡൗൺ ദ ഫ്ലോ ഓഫ് വാട്ടർ ഓഫ് ദ സർഫേസ്, ജലത്തിൻ്റെ ഒഴുക്കിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് വെജിറ്റേഷൻ. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുകയും ചെയ്യുന്നു. നാലാമതായിട്ട് വെജിറ്റേഷൻ റിമൂവ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ എയർ ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് ഓക്സിജൻ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വസിച്ചുകൊണ്ട് അത് ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു. അഞ്ചാമതായിട്ട് സ്റ്റാബിലൈസ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ ഒരു വിധത്തിൽ ഇത് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്നു. ആറാമതായിട്ട് മെയിൻറ്റെയിനിങ് ബാലൻസ്ഡ് ഫുഡ്, ഈ ഒരു ഭക്ഷണത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. അവസാനമായിട്ട് ഇൻസെക്ട്സ് ഇംപ്രൂവിങ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ആർ ഓഫ് ഇമ്മൻസ് മെഡിക്കൽ വാല്യൂ.
ഓക്കെ. അപ്പോൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിനോട് കൂടെ ഈ ഇൻസെക്റ്റുകൾ അത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മളിന്ന് പഠിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ബയോഡൈവേഴ്സിറ്റി എന്താണ്, ബയോഡൈവേഴ്സിറ്റി അതിൻ്റെ പ്രധാനപ്പെട്ട 3 ഇനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പഠിച്ചു, അത് നഷ്ടപ്പെടാനുള്ള ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിച്ചു. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫോറസ്റ്റുകളെ കുറിച്ച്, ഒന്ന് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളെ, ഡെസിഡസ് ഫോറസ്റ്റുകളെ, തോൺ ഫോറസ്റ്റുകളെ, ടൈഡൽ ഫോറസ്റ്റ്, ഹിമാലയൻ ഫോറസ്റ്റുകളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ അവസാനമായിട്ട് ഇന്ത്യയിലെ വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ട് സാങ്ച്വറികൾ, നാഷണൽ പാർക്കുകൾ, വെറ്റ്ലാൻഡ്സ്, ബയോസ്ഫിയർ റിസർവ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.